യേശു ആരിലും വലിയവൻ വലിയവൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ സൗഖ്യദായകൻ പാപമോചകൻ സൗഖ്യദായകൻ പാപമോചകൻ യേശുവേകരക്ഷകൻ യേശുവേകരക്ഷകൻ കരുണാമയൻ സ്നേഹഗായകൻ കരുണാമയൻ സ്നേഹഗായകൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ അത്ഭുതങ്ങളുടെ രാജാവ് വിടുതലിന്റെ ആത്മാവ് അത്ഭുതങ്ങളുടെ രാജാവ് വിടുതലിന്റെ ആത്മാവ് ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും യേശു യേശു ആരിലും വലിയവൻ വലിയവൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ ഹല്ലേലൂയ 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 നമുക്ക് വേണ്ടി ദൈവവചനം തന്ന് പ്രാർത്ഥിക്കാനായി കടന്നു വന്നിരിക്കുന്ന സ്നേഹ ബഹുമാനപ്പെട്ട അഭിവന്ദനായ പ്രിൻസ് പാണങ്ങാടൻ പിതാവിനെ ഒത്തിരി സ്നേഹത്തോടെ ഞങ്ങൾ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും കരമുയർത്തി അടിച്ച് പിതാവിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വളരെ അനുഗ്രഹപ്രദമായിരുന്ന 4 ദിവസത്തെ വചന ശുശ്രൂഷയ്ക്കൊടുവിൽ നാം ഇന്ന് തമ്പുരാൻ്റെ സന്നിധിയിൽ വളരെയധികം ആഗ്രഹത്തോടും സ്വപ്നങ്ങളോടും കൂടി അണഞ്ഞിരിക്കുകയാണ്. ഈ ലോകമെങ്ങും പോയി വൈരം പരത്തുന്നവരെ നിങ്ങൾ കാണാറുണ്ട്. ഈ ലോകമെങ്ങും പോയി വിദ്വേഷം പരത്തുന്നവർ നിങ്ങൾ കാണാറുണ്ട്. മറ്റുള്ളവരെ കൊന്നൊടുക്കുക എന്ന് പറയുന്നവരെ കുറിച്ച് നാം പേപ്പറിൽ വായിക്കാറുണ്ട്. മറ്റുള്ളവരെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞ് ആത്മഹത്യ ബോംബുകളായി മാറുന്നവരെ കുറിച്ച് നാം കേൾക്കാറുണ്ട്. എന്തേ ഒരു മനുഷ്യ കുഞ്ഞ് പറയാത്തെ ഇത് സ്വാതന്ത്ര്യത്തിനെതിരാണെന്ന്? എന്തേ ഒരു മനുഷ്യ കുഞ്ഞ് പറയാത്തെ ഇത് മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് എതിരാണ് എന്ന്? ദൈവം സ്നേഹമാണ് എന്ന് പറയുമ്പോഴേക്കും നമ്മളെല്ലാവരും വന്ന് പറയുന്നു, അയ്യോ ഇത് മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കലാണ്, അയ്യോ ഇത് മറ്റുള്ളവരുടെ ഇഷ്ടത്തിനെതിരെ സംസാരിക്കലാണ്, നാം ഇത് ചെയ്യരുത് എന്ന് പറയുന്നു. നാം എവിടെ എത്തി നിൽക്കുന്നു പ്രിയപ്പെട്ടവരെ? നമ്മുടെ സൗകര്യങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ സമ്പൽ സമൃദ്ധിയും വിട്ടറിയാൻ നമുക്ക് മനസ്സില്ല. ഇതുകൊണ്ട് മാത്രമാണ് നാം യേശുവിനെ കുറിച്ച് പറയാതെ എൻ്റെ സൗകര്യങ്ങൾ, എൻ്റെ ബുദ്ധിമുട്ടുകൾ, എൻ്റെ വേദനകൾ, ഇതെല്ലാം നമ്മുടെ ചിന്തകൾ. എന്നെ കുറിച്ച് മാത്രം ഞാൻ ചിന്തിക്കുന്നത് കൊണ്ടാണ് ഞാൻ യേശുവിനെ കുറിച്ച് പറയാൻ മടിക്കുന്നത്. യേശുവിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ തലകുനിക്കുന്നു. യോശുവിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ലജ്ജിക്കുന്നു. കാരണം യേശുവിനെ കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണകളില്ല, എനിക്ക് വ്യക്തമായ ബോധ്യങ്ങളില്ല. വിശുദ്ധ യോഹന്നാൻ പറഞ്ഞതുപോലെ, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതും ഞാൻ എൻ്റെ കാതുകൊണ്ട് കേട്ടതും എൻ്റെ കരങ്ങൾ കൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ സുവിശേഷം ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ സുവിശേഷം നിങ്ങൾ കേൾക്കുമ്പോൾ
നിങ്ങൾക്ക് ജീവനുണ്ടാകും, നിങ്ങൾക്ക് അത്ഭുതങ്ങൾ ലഭിക്കും, നിങ്ങൾക്ക് മനഃശാന്തി ലഭിക്കുമെന്ന് ധൈര്യപൂർവ്വം വിളിച്ചു പറയാൻ സാധിച്ചു. കാരണം സുവിശേഷത്തിന്റെ ശക്തി അവൻ അനുഭവിച്ചു. ഞാൻ ഈ സുവിശേഷത്തിന്റെ ശക്തി അനുഭവിച്ചത് എനിക്ക് എൻ്റെ കുടുംബത്തിന് ശാന്തി കിട്ടാൻ വേണ്ടി മാത്രം, എനിക്കും എൻ്റെ കുടുംബത്തിനും രോഗശാന്തി ലഭിക്കാൻ വേണ്ടി മാത്രമാണ്. യേശു രക്ഷകനാണോ എങ്കിലും അല്ല എങ്കിലും എൻ്റെ കുടുംബം രക്ഷപ്പെട്ടാൽ ഞാൻ സംതൃപ്തനാണ്. യേശു ദൈവമാണെങ്കിലും അല്ല എങ്കിലും എനിക്ക് രോഗശാന്തി കിട്ടിയാൽ ഞാൻ പൂർണ്ണ തൃപ്തൻ. ഇതാണ് നമ്മുടെ മനോഭാവം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ രോഗശാന്തികളും എല്ലാം തന്നെ ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ്. യേശു കർത്താവാണെന്ന് തെളിയിക്കാൻ, ദൈവത്തിന്റെ വചനമാണ് അത്ഭുതങ്ങൾ നടത്തുന്നത് എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ഈ അത്ഭുതങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് ഈ അത്ഭുതങ്ങളുടെ ആത്യന്തികമായ അർത്ഥം മറ്റുള്ളവരുടെ മുമ്പിൽ യേശുവിനെ ഏറ്റുപറയുക എന്നതാണ്. യേശുവിനെ കുറിച്ച് പറയാൻ മനസ്സില്ലാത്തവർ, യേശുവിന്റെ സുവിശേഷത്തിന് വേണ്ടി ജീവിക്കാൻ മനസ്സില്ലാത്തവർ ആ സുവിശേഷത്തിന്റെ ശക്തിയാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തിയും ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അർത്ഥശൂന്യമാണ്. ദൈവത്തിന്റെ മുമ്പിൽ, പിതാവായ ദൈവത്തിന്റെ മുമ്പിൽ യേശു നാം ഏറ്റുപറയണമെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നാം ഏറ്റുപറയേണ്ടിയിരിക്കുന്നു. എനിക്ക് സൗകര്യം കിട്ടിയില്ല, എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു, എനിക്ക് സമയമുണ്ടായില്ല എന്ന് തമ്പുരാൻ്റെ മുമ്പിൽ പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ മുമ്പിൽ പറയാം, ഈ മനുഷ്യരുടെ എല്ലാവരുടെയും മുമ്പിലും പറയാം, പക്ഷെ തമ്പുരാൻ്റെ മുമ്പിൽ പോയി പറയരുത്. തമ്പുരാൻ പറയും, മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെക്കുറിച്ച് പറയാൻ നിനക്ക് ഒരവസരം കിട്ടിയപ്പോൾ നീ തല താഴ്ത്തി, നീ ലജ്ജിച്ച് തല താഴ്ത്തി, നിന്നെക്കുറിച്ച് ഞാൻ ലജ്ജിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി മാത്രം എല്ലാം മാറ്റിവെക്കാതെ നമ്മുടെ ജീവനെയും നമ്മുടെ ആരോഗ്യത്തെയും നമ്മുടെ സൗന്ദര്യത്തെയും നമ്മുടെ കുടുംബത്തെയും മാത്രം നാം സംരക്ഷിച്ച് അത് മാത്രം സ്വരുക്കൂട്ടി വെച്ച് ജീവിക്കുന്നതല്ല ജീവിതം. നമുക്ക് വേണ്ടി നാം സ്വരുക്കൂട്ടി വയ്ക്കുന്നതോ നമുക്ക് വേണ്ടി നാം കാത്തു സൂക്ഷിക്കുന്നതോ അല്ല നമ്മുടെ സമ്പത്ത്. മറ്റുള്ളവർക്ക് ഞാൻ കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി വയ്ക്കുന്ന സമ്പത്തുണ്ട്. അതാണ് സമ്പത്ത്. ഞാൻ എനിക്ക് വേണ്ടി സമ്പാദിക്കുന്ന സമ്പത്ത് എത്ര നാൾ ഞാൻ അനുഭവിക്കും? ഏറിയാൽ 100 വർഷം. ഞാൻ കഷ്ടപ്പെട്ട് ദൈവത്തെയും വിശ്വാസത്തെയും പോലും ത്യജിച്ച് എൻ്റെ സമയം മുഴുവൻ ഈ ലോക വസ്തുക്കൾക്ക് വേണ്ടി ചെലവഴിച്ച് ഞാൻ സമ്പാദിച്ചു കൂട്ടുന്ന എൻ്റെ സമ്പത്തുകൾ, എൻ്റെ വസ്തുവകകൾ ഞാൻ എത്ര നാൾ അനുഭവിക്കും? ഏറിയാൽ 100 വർഷം. പക്ഷേ ഞാൻ മറ്റുള്ളവന് എന്തെങ്കിലും കൊടുക്കുമ്പോൾ, മറ്റുള്ളവന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി ഞാൻ ത്യാഗം ചെയ്യുമ്പോൾ, സുവിശേഷത്തിന് വേണ്ടി ഞാൻ എൻ്റെ ധനത്തിൽ നിന്നും എൻ്റെ ആരോഗ്യത്തിൽ നിന്നും എൻ്റെ സമയത്തിൽ നിന്നും മാറ്റിവെക്കുമ്പോൾ തമ്പുരാന്റെ പുസ്തകത്തിൽ എനിക്ക് വേണ്ടി എഴുതി ചേർക്കപ്പെടുന്നൊരു സമ്പത്തുണ്ട്. ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്ത സമ്പത്ത്. അതാണ് യഥാർത്ഥ സമ്പത്ത്. ആ സമ്പത്തിന് വേണ്ടിയാണ് നാം അധ്വാനിക്കേണ്ടത്. നാം നമുക്ക് വേണ്ടി കാത്തു സൂക്ഷിക്കുന്നതല്ല, മറ്റുള്ളവർക്ക് വേണ്ടി കൊടുത്തു തീർക്കുന്നതാണ് നമ്മുടെ സമ്പത്ത്. ആ സമ്പത്താണ് തമ്പുരാൻ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി കരുതി വയ്ക്കുന്നത്. സുഭാഷിതം 19:17 നാം ഇങ്ങനെ വായിക്കുന്നത്, ദരിദ്രനോട് ദയ കാണിക്കുന്നവൻ കർത്താവിനാണ് കടം കൊടുക്കുന്നത്, കർത്താവ് ആ കടം വീട്ടും. നിങ്ങൾ ദരിദ്രരോട് ദയ കാണിക്കുവിൻ, ദരിദ്രർക്ക് കൊടുക്കുവിൻ. ദരിദ്രർക്ക് നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾ ദരിദ്രർക്കല്ല കൊടുക്കുന്നത്, നിങ്ങൾ കർത്താവിനാണ് കടം കൊടുക്കുന്നത്. കർത്താവ് കടം വീട്ടും. ദരിദ്രർക്ക് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു തരാൻ അവർക്ക് ശക്തിയില്ല. പക്ഷേ കർത്താവിനാണ് നിങ്ങൾ കടം കൊടുക്കുന്നത്. എൻ്റെ ഈ ചെറിയവരിൽ ആർക്കെങ്കിലും നിങ്ങൾ ചെയ്തപ്പോഴെല്ലാം നിങ്ങൾ എനിക്ക് വേണ്ടി തന്നെയാണ് ചെയ്തതെന്ന് മത്തായിയുടെ സുവിശേഷം 25:40 നാം വായിക്കുന്നു. ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കാൻ, പാവപ്പെട്ടവനോട് സുവിശേഷം പ്രസംഗിക്കുവാൻ നാം എന്തെങ്കിലും ചെയ്യുമ്പോൾ നാം തമ്പുരാന് വേണ്ടിയാണ് കൊടുക്കുന്നതെന്ന് നാം മറക്കരുത്. പ്രിയപ്പെട്ടവരെ, ഈ കേരളക്കരയിൽ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് നാം അഭിമാനപൂർവ്വം പറയുന്ന ഈ കേരളക്കരയിൽ സമ്പൽ സമൃദ്ധിയിൽ നാം ഒഴുകി ജീവിക്കുമ്പോൾ, സുവിശേഷം ഇത്രയും എളുപ്പമായി നാം ജീവിക്കുമ്പോൾ നാം മറക്കരുത്, ഈ ആധുനിക യുഗത്തിലും വെള്ളവും വെളിച്ചവും എത്താത്ത ആയിരക്കണക്കിന് ഗ്രാമങ്ങൾ നമ്മുടെ ഭാരതത്തിലുണ്ട്. ഇനിയും പള്ളിക്കൂടത്തിന്റെ പടികൾ ചവിട്ടിക്കഴിയുവാൻ ഭാഗ്യം ലഭിക്കാത്ത അനേകായിരങ്ങൾ നമ്മുടെ ഭാരതത്തിലുണ്ട്. വെളിച്ചമെന്തെന്നോ സത്യമെന്തെന്നോ അറിയാത്തവർ ഇനിയുമുണ്ട്. ദൈവത്തെക്കുറിച്ച് കേൾക്കാത്തവർ, സുവിശേഷത്തെക്കുറിച്ച് കേൾക്കാത്തവർ ആയിരക്കണക്കിന് പേർ, കോടിക്കണക്കിന് പേർ നമ്മുടെ മാതൃരാജ്യത്തിൽ അധിവസിക്കുമ്പോൾ നാം എങ്ങനെ ഈ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ഇത്രയും സന്തോഷപൂർവ്വം ജീവിക്കും? ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ജീവിക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, സമ്പൽ സമൃദ്ധിയിൽ ദൈവം ഒരുക്കി തന്ന ദൈവത്തിന്റെ ഭവനത്തിൽ വസിക്കുന്നവരെ, ദൈവമാണ് ഇത് നിങ്ങൾക്ക് തന്നതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ മക്കൾ ഈ കേരളക്കരയുടെ പുറത്തുമുണ്ട് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഒന്ന് കേരളത്തിന്റെ പുറത്തേക്ക് പോയി നമുക്ക് നോക്കാം. അനേകം പ്രേക്ഷിത രംഗങ്ങളിൽ
ജീവൻ ബലി കൊടുത്ത് യേശുവിന് വേണ്ടി ജീവിക്കുന്ന, സുവിശേഷത്തിന് വേണ്ടി ജീവിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാർ ഉണ്ട് എന്ന് നാം മറക്കരുത്. അവരുടെ രക്തത്തിനും ചുവപ്പ് കളർ തന്നെയാണ്, അവരുടെ മാംസത്തിനും നമ്മുടെ മാംസത്തിന്റെ സ്വഭാവ ഗുണങ്ങൾ തന്നെയാണ്. അവർ ബലിയർപ്പിക്കാൻ വേണ്ടി പ്രത്യേകം സൃഷ്ടിക്കപ്പെട്ടവരല്ല. അവർ ക്രൂശിക്കപ്പെടുവാനും പീഡിപ്പിക്കപ്പെടുവാനും വേണ്ടി ദൈവത്താൽ പ്രത്യേകം സൃഷ്ടിക്കപ്പെട്ടവരല്ല. എൻ്റെ ചോരയുടെ മണമാണ് ആ പാവപ്പെട്ടവരുടെ ചോരയ്ക്കും എൻ്റെ മാംസത്തിന്റെ സ്വഭാവമാണ് അവരുടെ മാംസത്തിനും. അവർ അധ്വാനിക്കുന്നു, അവർ പാടുപെടുന്നു, ബലിയർപ്പിക്കപ്പെടുന്നു, പീഡകൾ ഏറ്റുവാങ്ങുന്നു. പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തിന് വേണ്ടി ആ പാവപ്പെട്ട മനുഷ്യർ ദാഹിക്കുമ്പോൾ നമ്മൾ കേട്ടതും കണ്ടതും അറിഞ്ഞതുമെല്ലാമായ സുവിശേഷം സ്നേഹപൂർവം സൗകര്യപൂർവം മറന്ന് വെറും ഹല്ലേലൂയയിൽ ഒതുക്കി തീർക്കുന്നു. ഇതല്ല സാക്ഷ്യം. ഒരു ഹല്ലേലൂയയിലോ ഒരു പ്രൈസ് ദി ലോർഡിലോ ഒതുക്കി തീർക്കേണ്ടതല്ല ക്രൈസ്തവന്റെ സാക്ഷ്യം. ക്രൈസ്തവന്റെ സാക്ഷ്യം മറ്റുള്ളവരിലേക്ക് കടന്നു പോകണം. എത്രയോ കാര്യക്രമങ്ങൾ, എത്രയോ പദ്ധതികൾ ഈ ദേശത്ത് നടക്കുന്നു. ഡിജിറ്റൽ ഭാരതത്തിലേക്ക് നാം ഓടിയെടുക്കുന്നു. ഓരോ ദിവസവും അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് നാം കുതിച്ചു പായുന്നു. പ്രിയപ്പെട്ടവർ, നിങ്ങൾക്ക് ഊഹിക്കാൻ സാധിക്കുമോ? ഇനിയും പള്ളിക്കൂടത്തിൻ്റെ പടികൾ ചവിട്ടിക്കയറാതെ, വസ്ത്രം ധരിക്കാൻ അറിയാതെ ജീവിക്കുന്ന പാവപ്പെട്ടവർ നമ്മുടെ ഭാരതത്തിലുണ്ട്. വെള്ളവും വെളിച്ചവും എത്താത്ത ഗ്രാമങ്ങളുണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും ബൈബിൾ വായിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് കണ്ണീരോടെ വായിക്കാൻ അറിയാത്ത ബൈബിളും കെട്ടിപ്പിടിച്ച് നടക്കുന്ന ധാരാളം നിരക്ഷരരായ പാവപ്പെട്ട മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്ക് സുവിശേഷം കേൾക്കാൻ എത്രയോ മാർഗങ്ങളുണ്ട്. സുവിശേഷം കേൾക്കാൻ നമുക്ക് സുവിശേഷ യോഗങ്ങളുണ്ട്, പള്ളികളുണ്ട്. സുവിശേഷം വായിക്കാൻ അറിയാം, കേൾക്കാൻ അറിയാം, TV ചാനലുകളുണ്ട്. ആരും പറഞ്ഞില്ലെങ്കിലും ബൈബിൾ എടുത്ത് വായിക്കാൻ നമുക്കറിയാം. പക്ഷേ അക്ഷരങ്ങൾ അറിയാത്തത് കൊണ്ട്, ഒരിക്കൽ പോലും പള്ളിക്കൂടത്തിൽ കയറാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്തത് കൊണ്ട്, ഈ വചനത്തിൻ്റെ ശക്തി വായിച്ചറിയുവാൻ കഴിവില്ലാതെ, വചനം ശക്തമാണെന്ന് കേട്ടിട്ടുള്ള അറിവ് മാത്രം വെച്ച്, വചനം നെഞ്ചോട് ചേർത്ത് വെച്ച്, ബൈബിൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ജീവിക്കുന്ന അനേകായിരങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യരോട് നമ്മൾ എന്തു പറയും? ആ മനുഷ്യരെയും നമ്മയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തോട് നാം എന്തു പറയും? അവരോട് സുവിശേഷം പ്രസംഗിക്കേണ്ടത് ആരാണ്? അവർക്ക് അക്ഷരത്തിന്റെ വെളിച്ചം പകർന്നു കൊടുക്കേണ്ടത് ആരാണ്? അവരെ സത്യത്തിന്റെ മാർഗത്തിലൂടെ നയിക്കേണ്ടത് ആരാണ്? ഏതാനും പാവപ്പെട്ട ബലിയർപ്പിക്കാൻ വേണ്ടി ദൈവം പ്രത്യേകമായി സൃഷ്ടിച്ച കുറച്ച് പ്രേക്ഷിതർ മാത്രം. പാടുപെടുവാനും ഹിംസിക്കപ്പെടുവാനും ക്രൂശിക്കപ്പെടുവാനും പരിഹസിക്കപ്പെടുവാനും വേണ്ടി ദൈവം പ്രത്യേകമായി വാർത്തെടുത്ത ഒരു വർഗം, പ്രേക്ഷിത വർഗം. അവരത് ചെയ്യട്ടെ. നമുക്ക് നമ്മുടെ ലോകം ദൈവത്തിൻ്റെ സ്വന്തം നാട്, സമ്പൽ സമൃദ്ധിയിൽ മാവേലിയുടെ നാട്, ദൈവത്തിൻ്റെ നാട്, എല്ലാവരുടെയും നാട്. ഞാൻ സുഖമായി ഇവിടെ താമസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് തമ്പുരാൻ്റെ ഇഷ്ടമല്ല. ഇത് തമ്പുരാൻ്റെ ഇഷ്ടമല്ല. നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവാനെന്ന് പറഞ്ഞ യേശുവിൻ്റെ ശിഷ്യന്മാരാണ് നാമെങ്കിൽ യേശുവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി ജീവിക്കാൻ നാം തയ്യാറാകണം. ലോകമെങ്ങും പോയി നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കുവാനെന്ന് ബൈബിൾ പറയുന്നു. നമ്മുടെ വിശുദ്ധ ബലിയിൽ നാം പറയുന്നു, ഭൂവാസികളെല്ലാവരും അറിയട്ടെ അങ്ങ് മാത്രമാണ് യഥാർത്ഥ ദൈവമെന്ന്. എന്നിട്ട് എന്തേ ഒരു മനുഷ്യനെ പോലും ഈ യേശുവിൻ്റെ സുവിശേഷത്തിലേക്ക് കൊണ്ടുവരുവാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കാതെ പോയത് എന്തുകൊണ്ട്? നാം സുവിശേഷത്തിന് വേണ്ടി ജീവിച്ചില്ല. പ്രിയപ്പെട്ടവരെ, അനേകം ജനങ്ങൾ, ആയിരക്കണക്കിന് ജനങ്ങൾ, കോടിക്കണക്കിന് ജനങ്ങൾ ഈ സുവിശേഷത്തിന് വേണ്ടി ദാഹിക്കുന്നുണ്ട്. ഇവരോട് നാം സുവിശേഷം പ്രസംഗിക്കണം. ഇവരോട് നാം സുവിശേഷം പ്രസംഗിക്കുമ്പോഴാണ് നാം യഥാർത്ഥ ക്രിസ്തു ശിഷ്യന്മാരായി മാറുന്നത്. ഇവരോട് സുവിശേഷം പ്രസംഗിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ നമുക്ക് ദുരിതം. കാരണം തമ്പുരാൻ്റെ മുമ്പിൽ നാം ചെല്ലുമ്പോൾ അവൻ നമ്മോട് ചോദിക്കും, ഞാൻ നിന്നെ അധികം ഏൽപ്പിച്ചു തന്നില്ലേ? ഞാൻ നിനക്ക് അധികം തന്നില്ലേ? നീ എന്താണ് അധികമായി തന്നത്? സുവിശേഷം എത്രയോ പ്രാവശ്യം നീ കേട്ടു, സുവിശേഷത്തിൻ്റെ ശക്തി എത്രയോ പ്രാവശ്യം അനുഭവിച്ചു, എത്രയോ രോഗശാന്തികൾ കണ്ടു. എന്നിട്ട് എന്തേ ഒരു മനുഷ്യനോടെങ്കിലും സുവിശേഷം പറയുവാൻ നിങ്ങൾ പരിശ്രമിക്കാതെ പോയത്? പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രതിജ്ഞയെടുക്കാം. ലോകം മുഴുവൻ പോയി സുവിശേഷം പ്രസംഗിക്കാൻ നമുക്ക് പ്രതിജ്ഞയെടുക്കാം. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞതുപോലെ ഭൂവാസികളുടെ കാര്യം മറന്ന് ചുരുങ്ങിയ പക്ഷം അയൽവാസികളോടെങ്കിലും നമുക്ക് പറയാം, ദൈവം സ്നേഹമാണ് എന്ന്, ദൈവം ഈ ഭൂമിയെ സ്നേഹിക്കുന്നുവെന്ന്, ദൈവം ഈ ലോകത്തെ സ്നേഹിക്കുന്നുവെന്ന്, ഞാൻ ആ ദൈവത്തിൻ്റെ മകനാണെന്ന് നമുക്ക് പറയാം. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ യേശുവിനേക്കാൾ നമ്മെ സ്നേഹിക്കുന്നൊരു മനുഷ്യനില്ല. യേശുവിനേക്കാൾ നമ്മെക്കുറിച്ച് കരുതലുള്ളൊരു മനുഷ്യനില്ല. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 13-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, തൻ്റെ സ്നേഹിതന് വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല.
തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി സ്വന്തം ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് യേശു പറഞ്ഞു. ആ യേശു നമുക്ക് വേണ്ടി തൻ്റെ ജീവൻ ബലിയർപ്പിച്ചു. ഈ കാര്യം ഒന്ന് പറഞ്ഞുകൂടെ മറ്റുള്ളവരോട്? പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണ്ടി മരിച്ച ഒരു ദൈവമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി കാൽവരി കുന്നിൽ തൻ്റെ ജീവൻ ബലിയർപ്പിച്ച ഒരു ദൈവമുണ്ട്. ദൈവത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യരെ ദൈവത്തോട് ചേർക്കുവാൻ, ഭൂമിയെയും സ്വർഗത്തെയും ഒന്നാക്കി തീർക്കാൻ, ഭൂമിയുടെയും ആകാശത്തിന്റെയും മധ്യേ 3 ആണികളിൽ മരക്കുരിശിൽ 3 മണിക്കൂർ തൂങ്ങിക്കിടന്ന് മരിച്ച ഒരു മനുഷ്യനുണ്ട്. ദൈവ സ്നേഹത്തിന്റെ വലിയ കഥകൾ മനുഷ്യരോട് പറയുവാനായി സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് വന്ന ഒരു മനുഷ്യനുണ്ട്. ശരീരം മുഴുവൻ മുറിവേറ്റ്, മനസ്സ് മുഴുവൻ ഭാരത്തോടെ, തലയിൽ മുഴുവൻ മുള്ളുകളാൽ ക്ഷതമേൽക്കപ്പെട്ട് ഒരു മനുഷ്യൻ 3 ആണികളിൽ ഭൂമി ആകാശങ്ങളുടെ ഇടയിൽ തൂങ്ങിക്കിടന്ന് ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് ഈ ഭൂമിയോട് പറഞ്ഞ പ്രസംഗത്തെക്കാൾ വലിയ ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള പ്രസംഗം നമുക്ക് എവിടെ കേൾക്കാൻ സാധിക്കും? ദൈവസ്നേഹത്തെക്കുറിച്ച് ഇതിനേക്കാൾ വലിയ ഒരു പ്രദർശനം നമുക്ക് എവിടെ കാണാൻ സാധിക്കും? പ്രിയപ്പെട്ടവരെ, ആ ദൈവത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞുകൂടെ? ആ ദൈവം സ്നേഹമാണ് എന്ന് നമുക്ക് പറഞ്ഞുകൂടെ? നാം പറയണം, യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്: ഞാനാണ് വഴിയും സത്യവും ജീവനും, എന്നിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ അടുത്തേക്ക് വരുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യം. യേശു ഈ ഭൂമിയിലേക്ക് വന്നത് വളരെ വ്യക്തമായ ഒരു പദ്ധതിയോടുകൂടിയാണ്. യേശുവിന് ഈ ഭൂമിയിൽ വലിയ ഒരു കാര്യം ചെയ്യാനുണ്ടായിരുന്നു. ഇതെല്ലാം നമുക്കറിയാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 18-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്ത് യോഹന്നാൻ ശ്ലീഹ പറയുന്നൊരു കാര്യമുണ്ട്: ആരും ഒരിക്കലും ദൈവത്തെ കണ്ടിട്ടില്ല. ആരും ഒരിക്കലും ദൈവത്തെ കണ്ടിട്ടില്ല. മനുഷ്യവംശത്തെ മുഴുവൻ വേദനിപ്പിച്ചിരുന്ന അല്ലെങ്കിൽ നിരാശപ്പെടുത്തിയിരുന്ന ഒരു കാര്യമായിരുന്നത്. കാരണം മനുഷ്യന് വേദനകളുണ്ട്, അവന് കഷ്ടപ്പാടുകളുണ്ട്, അവന് അസ്വസ്ഥതകളുണ്ട്. കാണപ്പെടാത്തൊരു ദൈവത്തോട് ഞാൻ എങ്ങനെ സംസാരിക്കും? എനിക്ക് കാണാൻ സാധിക്കാത്തൊരു ദൈവത്തെ ഞാൻ എങ്ങനെ സ്നേഹിക്കും? രൂപമില്ലാത്തൊരു ദൈവത്തോട് ഞാൻ എങ്ങനെ സംസാരിക്കും? ഈ രൂപമില്ലാത്തവൻ, അദൃശ്യനായവൻ, ഇവൻ എവിടെയാണ്? ഇവനെ ഞാൻ എങ്ങനെ കാണും? ഇവനോട് ഞാൻ എങ്ങനെ സംസാരിക്കും? മനുഷ്യവംശത്തെ മുഴുവൻ വേദനിപ്പിച്ചൊരു കാര്യമാണ്. ഇന്നും ദൈവം കാണപ്പെടുന്നില്ല എന്നും ദൈവം അരൂപിയാണെന്നും വേദനിക്കുന്നവർ ധാരാളമുണ്ട്. പക്ഷേ ഈ വാക്യത്തിൻ്റെ 2-ാം ഭാഗത്ത് യോഹന്നാൻ ശ്ലീഹ പറയുന്നു: എന്നാൽ ദൈവത്തിൽ നിന്ന് വന്ന ദൈവത്തിൻ്റെ ഏകൈക പുത്രൻ ഈ ലോകത്തിന് ദൈവത്തെ കാണിച്ചു കൊടുത്തു. ദൈവത്തിൽ നിന്ന് വന്ന ദൈവത്തിൻ്റെ ഏകപുത്രൻ ഈ ലോകത്തിന് ദൈവത്തെ കാണിച്ചു കൊടുത്തു. ഇതാണ് യേശുവിൻ്റെ പ്രത്യേകത. ആരും ഒരിക്കലും ദൈവത്തെ കണ്ടിട്ടില്ല, പക്ഷേ ദൈവത്തിൽ നിന്ന് വന്ന യേശു ഈ ലോകത്തിന് ദൈവത്തെ കാണിച്ചു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിന് ദൈവത്തെ കാണിച്ചു കൊടുത്തവൻ യേശുവാണ് എന്ന് നിങ്ങളും ഞാനും സാക്ഷ്യം കൊടുക്കുകയാണെങ്കിൽ ഈ ലോകം ദൈവത്തെ തിരിച്ചറിയും. സ്നേഹം തന്നെയായ ദൈവത്തെ തിരിച്ചറിയും. ഒരു മനുഷ്യനെ പോലും വേദനിപ്പിക്കാൻ മനസ്സില്ലാത്ത, കണ്ണീരൊപ്പുന്ന ദൈവം, മനുഷ്യരുടെ വേദനകൾ കണ്ട് കരളലിഞ്ഞു പോകുന്ന ദൈവം, സ്നേഹത്തെ പ്രതി 3 ആണികളിൽ തൂങ്ങിക്കിടന്ന ദൈവം, ഇത്രയും സ്നേഹസമ്പന്നനായ ഒരു ദൈവത്തെ ഈ ഭൂമിക്ക് കാണിച്ചു കൊടുത്ത യേശുവിൻ്റെ ശിഷ്യന്മാരാണ് നമ്മളെങ്കിൽ നമ്മളും ഈ ദൈവത്തെ ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കണം. ഈ ഭൂമിയിൽ ദൈവത്തെക്കുറിച്ച് സംസാരിച്ചവർ ഒരുപാട് പേരുണ്ട്. പ്രവാചകന്മാരുണ്ട്, ഋഷിമാരുണ്ട്, ഗുരുക്കന്മാരുണ്ട്, മുനിമാരുണ്ട്. ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്നവർ ധാരാളം പേരുണ്ട്. മതസ്ഥാപകന്മാരുണ്ട്. പക്ഷേ ഇവർക്കും യേശുവിനും തമ്മിൽ ഒരൊറ്റ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസമാണ് യേശുവിനെ യേശുവാക്കുന്നത്. ആ വ്യത്യാസമാണ് യേശുവിനെ രക്ഷകനാക്കുന്നത്. ഈ ഭൂമിയിൽ ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്നവർ ധാരാളം പേരുണ്ട്. പക്ഷെ അവരെല്ലാവരും എവിടെ നിന്ന് വന്നവരാണ്? അവരെല്ലാവരും ഭൂമിയിൽ നിന്ന് വന്നവരാണ്. ഈ മണ്ണിൽ നിന്ന് ജനിച്ചവരാണ്. ഈ മണ്ണിൽ നിന്ന് വന്നവരാണ്. ഈ ഭൂമിയിൽ ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്നവരെല്ലാവരും മണ്ണിൽ നിന്ന് വന്നവരാണ്, മനുഷ്യരാണ്. അവരുടെ ബുദ്ധിശക്തി കൊണ്ടും അവരുടെ ആധ്യാത്മിക ശക്തി കൊണ്ടും ദർശനങ്ങൾ കൊണ്ടും കുറച്ചൊക്കെ ദൈവത്തെക്കുറിച്ചും ആധ്യാത്മിക വിഷയങ്ങളെക്കുറിച്ചും പറയുവാൻ അവർക്ക് സാധിച്ചു. ഇന്നും സാധിച്ചു കൊണ്ടിരിക്കുന്ന ഇതെല്ലാം സത്യമാണ്. കാരണം ദൈവം മനുഷ്യർക്ക് കൊടുത്ത കഴിവ്, ദർശനത്തിൻ്റെ ശക്തി, ബുദ്ധിശക്തി, ഈ ശക്തികൾ ഉപയോഗിച്ച് ദൈവത്തെക്കുറിച്ച് അല്പമൊക്കെ പറയുവാൻ അവർക്ക് സാധിച്ചു. പക്ഷേ ദൈവത്തെക്കുറിച്ച് പൂർണ്ണമായി പറയാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഒരു മനുഷ്യനും സാധിക്കുകയില്ല. കാരണം ഈ ഗുരുക്കന്മാരും മുനിമാരും സ്വാമിമാരും ഋഷിമാരെല്ലാവരും ഈ മണ്ണിൽ നിന്ന് ജനിച്ചവരാണ്. ഒരേ ഒരുവൻ മാത്രം,
ഒരേ ഒരുവൻ മാത്രം ദൈവത്തിൽ നിന്നും വന്നും. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, ആ വചനം ദൈവം തന്നെയായിരുന്നു. ഇതാണ് യേശുവിന്റെ പ്രത്യേകത. യേശു ദൈവത്തോടു കൂടെയായിരുന്നു, യേശു ദൈവത്തോട് സമനായിരുന്നു. ദൈവത്തിൽ നിന്ന് വന്നവനാണ് അവൻ. ഉയരങ്ങളിൽ നിന്ന് വന്നവൻ, ആകാശത്തിൽ നിന്ന് വന്നവൻ, വിണ്ണിൽ നിന്ന് വന്നവൻ. അവനാണ് ദൈവത്തെക്കുറിച്ച് പറയുവാൻ പൂർണ്ണമായ അധികാരവും പൂർണ്ണമായ ശക്തിയുമുള്ളത്. മറ്റുള്ളവരെല്ലാവരും മണ്ണിൽ നിന്ന് വന്നവനായിരിക്കെ ഇവൻ മാത്രം വിണ്ണിൽ നിന്ന് വന്നു. മറ്റുള്ളവരെല്ലാവരും മനുഷ്യരിൽ നിന്ന് ജനിച്ചു, എന്നാൽ ഇവൻ മാത്രം ദൈവത്തിൽ നിന്ന് വന്നു. ദൈവത്തിൽ നിന്ന് വന്നതുകൊണ്ട്, ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് വന്നുകൊണ്ട് ദൈവം ആരാണെന്നും ദൈവത്തിന്റെ സ്വഭാവം എന്താണെന്നും പറയുവാൻ ഈ ദൈവത്തിന് സാധിച്ചു, ഈ ദൈവകുമാരന് സാധിച്ചു. അതുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ പറഞ്ഞത്, ആരും ഒരിക്കലും ദൈവത്തെ കണ്ടിട്ടില്ല എങ്കിലും ദൈവത്തിൽ നിന്ന് വന്ന ഏകൈക കുമാരനായ യേശു ക്രിസ്തു ഈ ലോകത്തിന് ദൈവത്തെ കാണിച്ചു കൊടുത്തു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യം, വചനം മാംസമായി മനുഷ്യരുടെ ഇടയിൽ വസിച്ചു, അവന് മനുഷ്യ ശരീരമുണ്ടായിരുന്നു, മനുഷ്യനായി അവൻ നമ്മുടെ ഇടയിൽ അവതരിച്ചു. പക്ഷെ അവൻ ആരായിരുന്നു? അവൻ ദൈവം തന്നെയായിരുന്നു, ദൈവത്തോട് കൂടെയായിരുന്നു, വചനമായിരുന്നു. വചനമായിരുന്ന ദൈവമാണ് മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചത്. ദൈവം മനുഷ്യനായി അവതരിക്കുന്നതിന് മുമ്പേ ദൈവത്തിന്റെ സന്നിധിയിൽ, പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ യേശു ഉണ്ടായിരുന്നു. യേശു ദൈവത്തോട് സമനായിരുന്നു. അതുകൊണ്ടാണ് യേശുവിനെ കുറിച്ച്, ഈ ദൈവത്തെക്കുറിച്ച് പറയുവാൻ അവന് സാധിച്ചത്. യേശു ഈ ഭൂമിയിലേക്ക് വന്ന് എന്താണ് പറഞ്ഞത്? പ്രിയപ്പെട്ടവരെ, ഞാൻ ഒന്നും തന്നെ സ്വന്തം പറയുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 10-ാം വാക്യം, ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ ഞാൻ സ്വമേധയെ പറയുന്നതല്ല, പിതാവായ ദൈവം എന്നിൽ വസിച്ച് തൻ്റെ കാര്യങ്ങൾ നടത്തുകയാണ്. ഞാൻ നിങ്ങളോട് പറയുന്ന വചനങ്ങൾ എൻ്റെ വചനങ്ങളെല്ലാം മറിച്ച് പിതാവായ ദൈവം എന്നിലൂടെ പറയുന്ന വചനങ്ങളാണ്. ദൈവത്തിൻ്റെ സന്നിധിയിലായിരുന്നപ്പോൾ ഞാൻ കേട്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 19-ാം വാക്യം, ഞാൻ ദൈവസന്നിധിയിലായിരുന്നപ്പോൾ പിതാവ് എന്തു ചെയ്യുന്നത് കണ്ടോ, ആ കാര്യങ്ങൾ മാത്രം പുത്രൻ ചെയ്യുന്നത്. പുത്രൻ സ്വമേധയാ ഒന്നും ചെയ്യുന്നില്ല, മറിച്ച് പിതാവായ ദൈവത്തിന്റെ സന്നിധിയിലായിരുന്നപ്പോൾ പിതാവ് ചെയ്യുന്നത് കണ്ട കാര്യങ്ങൾ മാത്രമാണ് പുത്രൻ ചെയ്യുന്നത്. അങ്ങനെ പിതാവായ ദൈവത്തിൽ നിന്ന് വന്ന് പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് കണ്ട കാര്യങ്ങൾ മാത്രം പറയുകയും കേട്ട കാര്യങ്ങൾ മാത്രം പറയുകയും ചെയ്തവനാണ് യേശു. അതുകൊണ്ടാണ് മറ്റുള്ളവരിൽ നിന്നും യേശു വ്യത്യസ്തനായിരിക്കുന്നത്. മാനുഷിക ശക്തി കൊണ്ടോ ബുദ്ധിശക്തി കൊണ്ടോ ദർശനത്തിന്റെ ശക്തി കൊണ്ടല്ല യേശു ദൈവത്തെക്കുറിച്ച് സംസാരിച്ചത്, മറിച്ച് ദൈവവുമായിട്ടുള്ള ഗാഢബന്ധത്തിൽ നിന്ന്, ദൈവവുമായി ഒന്നായിരുന്നതിൽ നിന്ന് അവൻ ദൈവത്തെക്കുറിച്ച് ലോകത്തോട് പറയുവാനുള്ള ശക്തി നേടിയെടുത്തു. ദൈവത്തിന്റെ സന്നിധിയിലായിരുന്നപ്പോൾ കണ്ട കാര്യങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ ചെയ്തു. ദൈവത്തിന്റെ സന്നിധിയിലായിരുന്നപ്പോൾ കേട്ട കാര്യങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ പറഞ്ഞു. അതുകൊണ്ട് അവനൊരു സ്ഥാനമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ എന്നെ കാണുന്നുവെങ്കിൽ പിതാവിനെ കണ്ടിരിക്കുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 9-ാം വാക്യം, നിങ്ങൾ എന്നെ കാണുകയാണെങ്കിൽ പിതാവിനെ കണ്ടിരിക്കുന്നു. നിങ്ങൾ എന്നെ കണ്ടാൽ മതി, പിതാവിനെ കണ്ടിരിക്കുന്നു. ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരു മനുഷ്യ കുഞ്ഞ് ദൈവത്തെ കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിനെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. എന്നിലൂടെയല്ലാതെ ആരും പിതാവിന്റെ അടുക്കിലേക്ക് വരുന്നില്ല. ഞാനാണ് വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞ യേശുവിനെ കാണുവേൻ, ദൈവത്തെ കാണുവിൻ, യേശുവിനെ കേൾക്കുവിൻ, ദൈവത്തെ കേൾക്കുവിൻ. ദൈവത്തിന്റെ വചനം ശക്തമാണ് എന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും വഴി ഇന്ന് തെളിയിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിന് ഓരോ ഒരു കാരണമേ ഉള്ളൂ, യേശു ദൈവപുത്രനാണെന്ന്, ദൈവത്തിലേക്കുള്ള മാർഗമാണെന്ന്, സത്യമാണെന്ന്, ജീവനാണെന്ന് ദൈവം തെളിയിക്കുന്നു തൻ്റെ അത്ഭുതങ്ങളിലൂടെ, തൻ്റെ അടയാളങ്ങളിലൂടെ. അതുകൊണ്ടാണ് പത്രോസ് ശ്ലീഹ അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നത്, ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരൊറ്റ നാമമേ ഉള്ളൂ, യേശു ക്രിസ്തുവിന്റെ നാമം. ഒരൊറ്റ നാമം, യേശുവിന്റെ നാമം. രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവർ, രക്ഷ നേടാൻ ആഗ്രഹിക്കുന്നവർ ആ നാമത്താൽ രക്ഷിക്കപ്പെടും, ആ നാമത്തിലൂടെ രക്ഷിക്കപ്പെടും. ഈ നാമത്തിന്റെ ശക്തിയാണ് ഞാനും നിങ്ങളും ദൈവവചന ശുശ്രൂഷയിലൂടെയും രോഗശാന്തി ശുശ്രൂഷയിലൂടെയും അനുഭവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, യേശു ദൈവമാണെന്നും യേശുവിൻ്റെ നാമത്തിലാണ് ഇത് സംഭവിക്കുന്നത് എന്നും ദൈവം തെളിയിക്കുകയാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും വഴി ദൈവം തെളിയിക്കുന്നു എൻ്റെ വചനം സത്യമാണ് എന്ന്. ഈ വചനം സത്യമാണ് എന്ന് നാം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ വചനത്തെക്കുറിച്ച് നമുക്ക് പറയാം. ഒരിക്കൽ മനുഷ്യൻ ലോകത്തിലേക്ക് നോക്കുമായിരുന്നു, പ്രപഞ്ചത്തിലേക്ക് നോക്കുമായിരുന്നു, ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചും ദൈവത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ചും സ്ഥാപിക്കാനുണ്ട്, ദൈവമുണ്ട് എന്ന് തെളിയിക്കുവാനായി ലോകത്തിലേക്ക് തിരിഞ്ഞു നോക്കുമായിരുന്നു. ഇന്ന് മനുഷ്യൻ തിരിഞ്ഞു നോക്കേണ്ടത് സ്വന്തം മനസ്സിലേക്കാണ്.
സ്വന്തം മനസ്സിലേക്കാണ്. ഈ ഭൂമിയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നതും ഇതിനു മുമ്പ് ജീവിച്ചതും ഇനി വരുവാനിരിക്കുന്നവരുമായ എല്ലാ മനുഷ്യരെയും കൂടി നോക്കിയാൽ വളരെ നേരിയൊരു ശതമാനം മാത്രം പേർ ഒഴിച്ച് എല്ലാ മനുഷ്യരും എന്തിന് ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്നു, എന്തിന് ദൈവിക ചിന്ത അവൻ്റെ ഉള്ളിലുണ്ട്. ദൈവമുള്ളത് കൊണ്ടാണ്, ദൈവം സ്നേഹമായതുകൊണ്ടും ദൈവം അവനെ സൃഷ്ടിച്ചത് കൊണ്ടുമാണ് അവൻ ദൈവത്തിലേക്ക് തിരിയുന്നത്. മനുഷ്യൻ്റെ ഉള്ളിലുള്ള ദൈവിക ചിന്ത ദൈവമുണ്ട് എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ തെളിവാണ്. ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം മനുഷ്യന് ഉണ്ടായെങ്കിൽ ഈ ഭൂമിയിൽ ദൈവം ശക്തമായി ഇന്നും പ്രവർത്തിക്കുന്നു എന്നതിന്റെ തെളിവാണ്. ഈ ദൈവമാരാണ്, ഈ ദൈവത്വമാരാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നാം യേശുവിനെ കുറിച്ച് അറിയണം. അവനാണ് വഴി, അവനാണ് സത്യം, അവനാണ് ജീവൻ. അവനിലൂടെ സഞ്ചരിക്കുന്നവരാണ് ദൈവത്തിലെത്തിച്ചേരുന്നത്. അവനെ കാണുന്നവനാണ് ദൈവത്തെ കാണുന്നതൻ. ഇത് വിളിച്ചു പറയുവാൻ നിങ്ങൾ ഒരുക്കമാണോ? ഇത് വിളിച്ചു പറയാൻ നിങ്ങൾ ഒരുക്കമാണോ? അല്പം ത്യാഗം സഹിച്ച്, അല്പം വേദന സഹിച്ച്, അല്പം കഷ്ടം സഹിച്ച് യേശുവിൻ്റെ സുവിശേഷത്തെ കുറിച്ച് പറയാൻ നിങ്ങൾ ഒരുക്കമാണോ? എങ്കിൽ നമ്മൾ രക്ഷ കണ്ടെത്തിയിരിക്കുന്നു, എങ്കിൽ നമ്മൾ ക്രിസ്ത്യാനികളാണ്. നമുക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ മേൽ ആത്മാവിൻ്റെ ഒരു അഭിഷേകം പകരുവാൻ, സുവിശേഷത്തിൻ്റെ ഒരു തീ നമ്മൾ നിറയുവാൻ പരിശുദ്ധപിതാവ് പ്രാർത്ഥിക്കുകയാണ്. സർവശക്തനായ ദൈവമേ, അങ്ങയുടെ തിരുമുമ്പിലായിരിക്കുന്ന ഈ ജനത്തിൻ്റെ മേൽ കരുണയായിരിക്കണമേ. എവിടെ 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നുവോ അവരുടെ ഇടയിൽ ഞാൻ ഉണ്ടാകുമെന്ന് വാഗ്ദാനം ചെയ്ത നല്ല തമ്പുരാനെ, അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ ലഹരി പിടിപ്പിക്കണമേ. കർത്താവായ ദൈവമേ, നിന്റെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. സ്ലേഹന്മാരുടെ മേൽ അങ്ങ് അയച്ച പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ അയക്കണമേ. അങ്ങ് മാത്രമാണ് ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. കർത്താവായ ദൈവമേ, അങ്ങയെ കുറിച്ച് സംസാരിക്കുവാൻ, അങ്ങേക്ക് വേണ്ടി ജീവിക്കുവാൻ, അങ്ങേക്ക് സാക്ഷ്യം നൽകുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. അയോഗ്യരും ബലഹീനരുമായ ഞങ്ങളുടെ മേൽ അങ്ങയുടെ ആത്മാവിനെ അയക്കണമേ. അങ്ങയുടെ ആത്മാവിനെ അയച്ച് ഞങ്ങളെ സുവിശേഷത്തിന് സാക്ഷികളാക്കി മാറ്റണമേ. കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ കരുണ നിറഞ്ഞ വലങ്കൈ ഞങ്ങളുടെ മേൽ നീട്ടണമേ. ഒരൊറ്റ വാക്കുകൊണ്ട്, ഒരൊറ്റ സ്പർശം കൊണ്ട്, ഒരൊറ്റ നോട്ടം കൊണ്ട് ആയിരങ്ങളെ സുഖപ്പെടുത്തിയ കരുണാമയനായ കർത്താവേ, ആയിരങ്ങളുടെ വേദനയെ മാറ്റിക്കളഞ്ഞ കാരുണ്യവാനായ ദൈവമേ, പരമവൈദ്യനായ ദൈവമേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. കർത്താവായ ദൈവമേ, വിശ്വാസത്തോടും വിനയത്തോടും കൂടെ ഞങ്ങൾ അങ്ങയെ വിളിക്കുന്നു. ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മതി, ഞാൻ സുഖപ്പെടും. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മതി, ഞങ്ങൾ സുഖപ്പെടും. ഈ ജനത്തിന്റെ മേൽ കരുണയായിരിക്കണമേ. ഈ ജനത്തിന്റെ ആവശ്യങ്ങൾ കണ്ടറിയണമേ. ഈ ജനത്തിന്റെ ആവശ്യങ്ങൾ സമർപ്പിക്കുന്നു. ഇവരുടെ വേദനകളെ സമർപ്പിക്കുന്നു. ഇവരുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. ഇവരുടെ മക്കളെ സമർപ്പിക്കുന്നു. ഇവരുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, കരുണയായിരിക്കണമേ. കാവൽ മാലാഖമാരയക്കണമേ. പരിശുദ്ധാത്മാവിന്റെ അഗ്നി അയക്കണമേ. അഭിഷേകം നൽകണമേ. വജ്രത്തിന്റെ അഭിഷേകം നൽകണമേ. ആത്മാവിന്റെ അഭിഷേകം നൽകണമേ. കർത്താവേ, ജനത്തിന് മേൽ കരുണയായിരിക്കണമേ. വേദനകളാൽ വലഞ്ഞ് ഇടയിലില്ലാത്ത ആടുകളെ പോലെ ചിതറിക്കിടക്കുന്ന ജനങ്ങളെ കണ്ടപ്പോൾ അലിവ് തോന്നിയ തമ്പുരാനെ, അങ്ങയുടെ കരളലിവ് വലുതാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈ ജനത്തിന്റെ മേൽ അലിവ് തോന്നണമേ. ഇവരുടെ ഹൃദയ വിചാര വികാരങ്ങളെ തിരിച്ചറിയണമേ. ഇവരുടെ മനസ്സിന്റെ ദൊമ്പരങ്ങളെ തിരിച്ചറിയണമേ. ആർക്കും അറിയില്ല എന്ന് കരുതി, ആരെയും വേദനിപ്പിക്കേണ്ട എന്ന് കരുതി സ്വന്തമായി കരുതുന്ന സ്വകാര്യ ദുഃഖങ്ങളെ എടുത്തു മാറ്റണമേ. ആത്മാവിന്റെ ദൊമ്പരങ്ങളെ എടുത്തു മാറ്റണമേ. ജീവിതത്തിന്റെ ഏകാഗ്രത എടുത്തു മാറ്റണമേ. കുടുംബത്തിന്റെ തകർച്ചകൾ എടുത്തു മാറ്റണമേ. പ്രശ്നങ്ങളെ എടുത്തു മാറ്റണമേ. കർത്താവെ, കരുണ വർഷിക്കണമേ. രോഗങ്ങളെയും വേദനകളെയും എടുത്തു മാറ്റി കൃപ കൊണ്ടും ശാന്തി കൊണ്ടും നിറയ്ക്കണമേ. അങ്ങയുടെ വചനം സത്യമാണെന്ന് അത്ഭുതം കൊണ്ടും അടയാളം കൊണ്ട് തെളിയിക്കണമേ. ഈ നിമിഷം തെളിയിക്കണമേ. കർത്താവ്, അത്ഭുതങ്ങളെ പ്രവർത്തിക്കണമേ. പാപികളും ബലഹീനരുമായ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, പാപങ്ങളും ബലഹീനരുമായ ഞങ്ങൾ വചനം പ്രസംഗിക്കുമ്പോൾ ഈ വചനം സത്യമാണെന്ന് തമ്പുരാനെ തെളിയിക്കണമേ. ഈ വചനം നിന്റെ വചനമാണെന്ന് അത്ഭുതങ്ങൾ വഴി തെളിയിക്കണമേ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
യേശു ആരിലും വലിയവൻ വലിയവൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ